പോരൂർ ഗ്രാമപഞ്ചായത്തിലെ താലപ്പൊലിപ്പറമ്പ് 19-ാം വാർഡ് ഇത്തവണ പിടിച്ചെടുക്കുന്നതിന് അരയും തലയും മുറുക്കി ഇടതുമുന്നണി ഇറങ്ങുമ്പോൾ അവരുടെ നേതാവായി മുന്നിലെത്തുന്നത് NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായ കണ്ണിയൻ കരീം ആണ്. സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രോഗ്രസ് കാർഡുമായിട്ടാണ് കണ്ണിയൻ കരീം വോട്ട് അഭ്യർത്ഥിക്കുന്നത്. പോരൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ വാർഡ് വിഭജനമൊക്കെ പൂർത്തിയായി വന്നപ്പോൾ മുൻപത്തെ 17-ാം വാർഡ് ചെറിയ ചില മാറ്റങ്ങളോടെ 19-ാം വാർഡ് എന്ന വാർഡായിട്ട് മാറുകയുണ്ടായി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ഇടതുപക്ഷ മുന്നണി അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ ഈ 19-ാം വാർഡ് ജയിച്ചു കയറാൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഇടതുമുന്നണി നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ നേതാവും ഈ പ്രദേശത്തുകാരനുമായ NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറുമായ ശ്രീ കണ്ണിയൻ കരീം സാറിനെയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഡബ്ല്യു വിഷൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലാണ്. അവസാന ലാപ്പ് എന്ന് പറയുമ്പോൾ മാക്സിമം പവറോടുകൂടി മാക്സിമം ഊർജത്തോടു കൂടി കുതിക്കേണ്ട സമയമാണ്. എന്താണ് ഈ വാർഡിലെ പ്രചരണത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഇവിടെ വാർഡിലെ പ്രചരണത്തിൽ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 5 വർഷം ഞാൻ ഈ വാർഡിൽ ചെയ്ത വികസനം ഇപ്പോൾ അത് വോട്ടായി മാറുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ഞാൻ ചെയ്ത വികസന നേട്ടങ്ങൾ ഓരോ ഭാഗത്തും വാഹനം പോകാത്ത ഇടവഴികളായിരുന്നു. അതൊക്കെ ഞാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് റോഡാക്കി മാറ്റി. ഇപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തൊക്കെ ഒരു മെമ്പർ വീണ്ടും ആ പ്രദേശം ചെല്ലുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് വാങ്ങിയാൽ പോയിട്ട് ഇപ്പോഴാണ് കാണുന്നത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അന്ന് ആ 5 വർഷം ഈ വാർഡിനകത്ത് എല്ലാ വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ ഈ ചാത്തോളം വളരെ പ്രസിദ്ധമായ ചാത്തക്കോട്ടോളം താല്പര്യം നടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 5 വർഷം ഇവിടെ നടന്ന ആഘോഷങ്ങളിൽ അതേമാതിരി ഓണാഘോഷം വിവിധങ്ങളായ പല പദ്ധതികൾ നടപ്പാക്കി ഇവിടുത്തെ ജനങ്ങളെ, ഓരോ കുട്ടികളെയും മുതിർന്നവരും ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഇപ്പോൾ വോട്ടായി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് തീർച്ചയായും ജനങ്ങൾ അത്രയും വലിയൊരു അംഗീകാരമാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ കാണുന്നുണ്ട് ആളുകളുടെ, അതായത് കൂടെയുള്ള ഒരു നല്ല സംഘം ഇതിനു വേണ്ടി പ്രവർത്തിക്കാനുണ്ട് അല്ലേ? മുഴുവൻ സമയവും ഈ വാർഡ് പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ സമയവും ഈ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ട് അല്ലേ? തീർച്ചയായും. കാരണം അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. യുവാക്കൾക്ക് വലിയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് യുവാക്കളും സ്ത്രീകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതായത് സ്ത്രീകളൊക്കെ കുടുംബയോഗങ്ങൾ വളരെ സജീവമായി പങ്കെടുക്കുകയും വീടാന്തര ക്യാമ്പയിൻ സ്ത്രീകളാണ് നടത്തുന്നത് അധികം. അതുപോലെ തന്നെ യുവാക്കളുടെ സ്ക്വാഡ് നമ്മൾ ഓരോ വീട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മൾ ഭയങ്കര മാറ്റത്തിന് വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു മെമ്പറായിരുന്ന സമയത്ത്, കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ വർഷം, തൊട്ടുമുമ്പത്തെ ടൈമല്ല അതിന് മുമ്പായിരിക്കും, ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഇവിടുത്തെ എല്ലാ റോഡുകളും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി എല്ലാ ചെറിയ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഭാവിയിൽ ഇത്തവണ നമ്മൾ ജയിക്കുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിലെ യുവാക്കൾക്ക് വാഗ്ദാനം ചെയ്യാനുള്ളത്? തീർച്ചയായും ഇവിടെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംരംഭങ്ങളാണ് മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് യുവാക്കൾ ഇവിടെ നേരിടുന്ന വലിയ പ്രശ്നം ഒരു കളിസ്ഥലം, ഒരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് ഇതുവരെ മാറി വന്ന ആരും അതിലേക്ക് തിരിഞ്ഞു നോക്കില്ല. വാഗ്ദാനങ്ങൾ മാത്രമാണ് MLA മുതൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ വാർഡിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ യുവാക്കൾക്ക് ആ ഗ്രൗണ്ട് ഒരു സ്റ്റേഡിയം, ഒരു മിനി സ്റ്റേഡിയമാക്കി ഉയർത്താനും, അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരുടെ മേഖലയിൽ പല രീതിയിലൊക്കെ മയക്കുമരുന്നുകളൊക്കെ അഡിക്റ്റായി വരുന്ന ഈ കാലഘട്ടത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഈ സ്പോർട്സ് രംഗത്ത്, മറ്റു രംഗത്ത്, കലാകായിക രംഗത്തൊക്കെ ഇറങ്ങി തിരിച്ച് അവരുടെ മറ്റ് മാർഗത്തിൽ നിന്നെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ വനിതകൾക്ക് തൊഴിൽ സംരംഭങ്ങൾ, കാരണം ഇപ്പോൾ കുടുംബശ്രീ ആയാലും മറ്റുള്ള മേഖലയിലൊക്കെ വളരെയധികം വിദ്യാഭ്യാസമുള്ള സ്ത്രീകളുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ അതേമാതിരി യുവാക്കളെയൊക്കെ കൂട്ടിപ്പിടിച്ച് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല പിന്തുണയുണ്ട്. ഇപ്പോൾ എന്തായാലും തുടർ ഭരണം എന്തായാലും ഉറപ്പാണ്. അതും കൂടി ഇവിടെ ഉപയോഗപ്പെടുത്തി അപ്പോൾ ഈ വാർഡിലെയും പഞ്ചായത്തിലെയും ഭരണം ഈ കേരള സർക്കാർ അനുകൂലമായ ഭരണമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഗുണം ഈ പ്രദേശത്ത് കിട്ടും എന്ന് ഉറപ്പാണ്. എന്തായാലും പ്രതീക്ഷകളൊക്കെ അതിൻ്റെ
ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. പോരൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ ഏത് തരത്തിലേക്ക് നീങ്ങും എന്നാണ് പ്രതീക്ഷ? തീർച്ചയായും ഈ പ്രാവശ്യം LDF അധികാരത്തിൽ വരും. എല്ലാ വാർഡുകളും 19 വാർഡുകളിൽ ഇപ്പോൾ ഒരു 13ഓളം വാർഡുകൾ LDFന് അനുകൂലമായുള്ള കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഓരോ ഫീൽഡിൽ നിന്ന് കിട്ടുന്ന വിവരം അതാണ്. അതിൻ്റെ മാറ്റമാണ് ഇപ്പോൾ ഈ വാർഡിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാട് ഭൂരിപക്ഷം എനിക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനനുസരിച്ച് വാർഡിലെ എല്ലാ പ്രവർത്തനം സജീവമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നഷ്ടപ്പെട്ടതിൻ്റെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ LDFിൻ്റെ പ്രവർത്തകരും മറ്റുള്ള കോൺഗ്രസിലെയും UDFിലെയും അപശബ്ദങ്ങളും അവരുടെ ഒരു നേതാക്കന്മാരെ ഒന്നും ഇവിടെ ഫോക്കസ് ചെയ്യാത്തൊരു പാനലാണ് UDF വെച്ചുള്ളത്. അതും ഞങ്ങളെ പാനലും വെച്ചുമ്പോൾ വളരെ മാറ്റം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. എന്തായാലും ശ്രീ കണ്ണിയൻ കരീം ശുഭപ്രതീക്ഷയിലാണ്. 2 കാര്യത്തിലാണ് അദ്ദേഹം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. ഒന്ന്, ഇവിടെ ഓരോ വീടും ഓരോ മുക്കും മൂലയും അറിയുന്ന സ്ഥാനാർത്ഥി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന മികവ്, നേതൃത്വ മികവ് ഇത്തവണ തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള അംഗീകാരമായി അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം ആ വോട്ടുകളൊക്കെ നേടി വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഈ വാർഡിൽ നിന്ന് വിജയിച്ചു വരും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ പോരൂർ ഗ്രാമപഞ്ചായത്ത് LDFിൻ്റെ ഭരണത്തിലേക്ക് തിരിച്ചു വരും എന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഒരു 5 വർഷം അടുത്ത ടേം മുഴുവനും ആരോഗ്യത്തോടുകൂടി ഊർജ്ജസ്വലതയോടുകൂടി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പിലെ കുതിപ്പിലാണ് സ്ഥാനാർത്ഥി കണ്ണിയൻ കരീമും ടീമും. അവർ വളരെ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി ഒരു റോഡ് ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വാർഡ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുന്നിൽ നിന്നും ഈ റോഡിലൂടെ ഒരു റോഡ് ഷോ ആയിട്ട് നിറപ്പകിട്ടാർന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ചിഹ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് നേതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കണം കേട്ടോ. എല്ലാവരും വരും അല്ലേ? അപ്പൊ എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. കേട്ടോ. വാർഡാകെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. മുൻപ് ഇതേ വാർഡിൽ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നത്. കണ്ണിയൻ കരീം മത്സരിക്കുന്ന 19-ാം വാർഡ് താലപ്പൊലിപ്പറമ്പ് ചാത്തങ്കോട്ടുപുറം വാർഡിലെ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ജുനൈദാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ വാർഡിലെ ഇത്തവണത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളും, ഇടതുപക്ഷത്തിൻ്റെ ജനങ്ങൾ മാത്രമല്ല അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഞങ്ങൾക്ക് പിന്നീട് ഫീൽഡിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയപ്പോഴും, കുടുംബയോഗമാകട്ടെ മറ്റു പ്രവർത്തനങ്ങളാകട്ടെ സ്ക്വാഡ് പ്രവർത്തനങ്ങളാകട്ടെ എല്ലായിലും വലിയ സ്വീകാര്യതയാണ് ഈ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച് വിജയിക്കുന്ന വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ ആകെ നടത്തിയിട്ടുള്ളത്. എല്ലാ ആളുകളിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ നഗരങ്ങളിലേക്കും
വലിയ രൂപത്തിലുള്ള റോഡുകൾ വലിയ വികസന കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി പതിറ്റാണ്ടുകളായിക്കൊണ്ട് ഈ പോരൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിലാകമാനം വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു ആളുകൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യതയാണ് കിട്ടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ വാർഡിലുള്ള ജനങ്ങളാകെ നിൽക്കുന്നതെന്നുള്ളതാണ്. നാട്ടുകാരൻ എന്ന പരിഗണനയും വർഷങ്ങളായി ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിന്റെ പ്രതികരണങ്ങളും തനിക്ക് വോട്ടായി മാറുമെന്ന് കണ്ണിയൻ കരീം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പോരൂർ.